അറിഞ്ഞോ ഗൈസ്, തലസ്ഥാനത്തെ പിള്ളേര് കപ്പൽ വാങ്ങാൻ പോകുന്നു. അടിയുടെ സിമ്പൽ ശരി ആരംഭിക്കുന്നു. ഞാൻ കണക്കിൽ മോശക്കാരനാണ് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല, ഓർമ്മപ്പെടുത്തുന്നില്ല. എൻ്റെ ഈ പൊട്ടക്കണക്കും കൊട്ടക്കണക്കും വെച്ചിട്ട് നയീം, നബീൽ, അഭയുടെ ഒരു കുഞ്ഞു പെങ്ങൾ കൂടിയുണ്ട്. ഈ തലമുറ തീർച്ചയായിട്ടും സ്വന്തമായി കപ്പൽ വാങ്ങി നമ്മുടെ തുറമുഖം ഉപയോഗിച്ചിരിക്കും, നമ്മുടെ കടലും ഉപയോഗിച്ചിരിക്കും. അവർ ലോകം കീഴടക്കുകയും ചെയ്യും. അവരെ സഹായിക്കാൻ, അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ, അവരുടെ കണക്കുകൾ ശരിയായിട്ട് കൂട്ടുവാൻ ഒരു സാമ്പിൾ കണക്കാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിന് ഒരു വാചകം മാത്രം എടുക്കാം, മറ്റതെല്ലാം മലയാളമാണ്. ഇംഗ്ലീഷ് വളരെ ചുരുക്കുന്നു. ദ EM Corfu എന്ന് പറയുന്ന കപ്പലിൻ്റെ പേരാണ്. ദ EM Corfu ഹാസ് ബീൻ ഫിക്സ്ഡ് ഫോർ എ മിനിമം പീരീഡ് ഓഫ് 18 months ആൻഡ് എ മാക്സിമം പീരീഡ് ഓഫ് 20 months at a gross daily rate of $28,000 per day. $28,000 ഒരു ദിവസത്തേക്ക് കപ്പൽ വാടകയ്ക്ക് കൊടുക്കുന്നതാണ് ചുരുക്കം. പ്രചരണത്തിൻ്റെ നാളുകളിൽ, തുറമുഖത്തിൻ്റെ പ്രചരണത്തിൻ്റെ നാളുകളിൽ ഏകദേശം $65,000 ഒരു ദിവസം വാടക, മദർ വെസലിന് വാടക വരും. അതിൻ്റെ പീക്ക് വർഷങ്ങളിലായിരുന്നെന്നാണ് ഓർമ്മ. $65,000 വരെ വാടകയുണ്ടായിരുന്ന വർഷങ്ങളിലൊക്കെ ഞങ്ങൾ ഈ പ്രചരണം നടത്തിയിരുന്നു. ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ അത് ശരിയായിരിക്കും. ഇത് 2556 TU ഉള്ള ഒരു ഫീഡർ വെസലാണ്. $28,000 ഇനി നമ്മളെല്ലാം ഡോളറിലേ പറയുന്നുള്ളൂ, നമ്മുടെ രൂപയിലൊന്നും പറയുന്നില്ല. ഇനി എല്ലാം ഡോളറാണ്. ഒരു ദിവസത്തെ വാടക 28,000. അങ്ങനെ രണ്ട് കപ്പലുകൾ, കപ്പലിൻ്റെ പേര് EM Corfu ആൻഡ് എവറിഡിക്കി G, ഒരു ഇടുക്കി കിടപ്പുണ്ട് അതിനകത്ത്. എവറിഡിക്കി G, രണ്ട് കപ്പലുകൾ ഒരു ഉടമ വേറൊരു കമ്പനിക്ക് ചാർട്ടറിങ്, ആ വാക്കാണല്ലോ ഉപയോഗിക്കേണ്ടത്, വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ഈ വാടക അങ്ങനെ നമുക്ക് പൊതുജനങ്ങൾക്ക് അറിയാൻ പറ്റുന്നതല്ല. എന്നാൽ ഒരു ലേഖനത്തിൽ ഈ വാടക നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ ഈ വാടക കണക്കാക്കിയാൽ ഒരു കപ്പൽ ലാഭകരമായിരിക്കുമോ, കപ്പലിൻ്റെ ഇക്കണോമിക്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് നമ്മൾ MSE കഴിഞ്ഞ ദിവസം അവരുടെ നിരക്ക്, പുതിയൊരു നിരക്ക്, ഒരു 15 ദിവസത്തേക്ക്, നവംബർ 15 മുതൽ നവംബർ 30 വരെയുള്ള 15 ദിവസത്തേക്ക് അവരൊരു നിരക്ക് പറഞ്ഞു. ആ നിരക്കിൽ നമുക്ക് അറിയാവുന്ന ഒരു രാജ്യം, നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് മൊറോക്കോ, ഏഷ്യയിൽ നിന്ന് മൊറോക്കോ എന്ന് പറയുന്ന രാജ്യത്തോട്, എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക ചുറ്റിപ്പോകുന്ന, അപ്പോൾ വിഴിഞ്ഞത്ത് നിന്ന് മൊറോക്കോയിലോട്ട് പോകുന്ന ഒരു യാത്രയ്ക്ക് 20 ഫീറ്റിന് അവർ നിശ്ചയിച്ച നിരക്ക് $4,000. ഒരു കണ്ടെയ്നറിന് $4,000. കപ്പൽ ഫുള്ളി ലോഡഡ് ആയിട്ട് തന്നെ പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുക. കാരണം നമ്മൾ 100% കുറഞ്ഞ ഒരു കാര്യത്തിനും കോംപ്രമൈസ് ഇല്ല. അതുകൊണ്ട് കപ്പൽ വാങ്ങുന്നവർ അത് 100% കണ്ടെയ്നറുകൾ നിറയ്ക്കും എന്നുള്ള ആ കണക്ക് കൂട്ടലിൽ ഇവിടെ 2,556 കണ്ടെയ്നറുകൾ $4,000 വെച്ച് കണക്കാക്കി. ഈ കണ്ടെയ്നറുകളെല്ലാം തിരുവനന്തപുരത്തെ പോർട്ടിൽ നിന്ന്, ട്രിവാൻഡ്രം പോർട്ടിൽ നിന്ന് മൊറോക്കോയിലെ ടാൻജർ എന്ന് പറയുന്നതാണ് അവിടുത്തെ പോർട്ട്, ടാൻജർ മെഡിറ്ററേനിയൻ, അവിടെ ഇറക്കുന്നു എന്നുള്ളതാണ് ഈ കച്ചവടം എല്ലാവർക്കും മനസ്സിലാക്കാൻ. ഡയറക്റ്റായിട്ട് പോകുന്നു. അവിടെ ഈ 2,556 കണ്ടെയ്നർ ഇറക്കിയാൽ കപ്പൽ ഉടമയ്ക്ക് കിട്ടുന്നത് ഈ പറയുന്ന $4,000. അതിനകത്തൊക്കെ കോംപ്രമൈസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളൊരു കോംപ്രമൈസിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. $4,000 വെച്ച് ഈ 2,556 കണ്ടെയ്നറുകളാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ആ വോയേജിലുള്ള വരുമാനം $1,02,24,000
1,02,24,000. ഇത് നയീമിനൊക്കെ നബീലിനും അഭയ്ക്കൊക്കെ കണക്ക് മനസ്സിലാക്കാനാണ് ഇത് കൃത്യമായി ഇത് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ കണക്ക് നമുക്ക് മുതലാണോ ഇല്ലയോ എന്നറിയാൻ പറ്റുക? അതിന് നമ്മൾ ഇവിടെ വന്ന അതിനിടയ്ക്ക് ഈ കപ്പൽ 2556 എന്ന് പറയുന്ന ഈ 2 കപ്പൽ EM കോർഫു ആൻഡ് എവറിഡിക്കി ജി എന്ന് പറയുന്നത് ഇവിടെ വന്ന MSC എലിസി 3 എന്ന് പറയുന്ന ഒരു വെസൽ ഇവിടെ വന്നിരുന്നു. ഒരു ചെറിയ കപ്പൽ വന്നിരുന്നു 2524. അപ്പോൾ നമുക്ക് കപ്പലിന്റെ വലിപ്പം മനസ്സിലായല്ലോ. അങ്ങനെയുള്ളൊരു കപ്പലാണ് ഈ വോയേജിന് വേണ്ടി നമ്മൾ ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കുന്നത്. ഇതിന് നമുക്ക് ഇത് എത്ര ദിവസം എടുക്കും, എത്ര ദൂരം സഞ്ചരിക്കണമെന്ന് അറിയാൻ ആദ്യമായിട്ട് ലണ്ടനിൽ നിന്ന് ഫെലിക്സ് ടോ എന്ന് പറയുന്ന തുറമുഖത്ത് നിന്ന് നമ്മുടെ ട്രിവാൻഡ്രം പോർട്ടിലോട്ട് വന്ന MSC പലോമയുടെ യാത്ര നമ്മൾ ട്രാക്ക് ചെയ്യാണ്. ചൈനക്കാരെ പോലെ ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗിലോട്ട് പോയി നോക്കുമ്പോൾ ഏകദേശം അവിടെ നിന്ന് തിരിക്കുന്നത് ഫെലിക്സ് ടോ നിന്ന് തിരിക്കുന്നത് 15/10 ഒക്ടോബർ 15 തീയതിയാണ് അവിടെ നിന്ന് തിരിച്ചത്. അപ്പോൾ ഈ പറയുന്ന ടാൻജർ മൊറോക്കോയിൽ എത്താൻ എത്ര ദിവസം എടുക്കും? അത് ട്രാക്ക് ചെയ്ത് അവരുടെ കണക്കുകൾ, അവരുടെ ഈ ഫിഗേഴ്സ് എല്ലാം മനസ്സിലാക്കിയപ്പോൾ ഏകദേശം 19 തീയതിയാണ് കാനറി ഐലൻഡ്സ്, ഈ മൊറോക്കോയുടെ പരിസരത്തുള്ള കാനറി ഐലൻഡ്സിൽ 19 തീയതി ഉണ്ടായിരുന്നു. ഈ MSC പലോമ വെടിഞ്ഞത്ത് എത്തുന്നത് 8/11 ഈ നവംബർ മാസം 8 തീയതി. അപ്പോൾ യാത്രയ്ക്ക് വേണ്ടി വരുന്നത് 25 ദിവസം എന്നുള്ള വിവരം കിട്ടുന്നു. അപ്പോൾ യാത്രയ്ക്ക് വേണ്ടി വരുന്നത് 25 ദിവസങ്ങളെന്ന് കിട്ടുന്നു. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് കണക്കുകൾ ലളിതമാകുകയാണ്. അപ്പോൾ നമ്മുടെ വരുമാനം എത്രയാണ്? മൊത്ത വരുമാനം എന്ന് പറയുന്നത് $1,02,24,000. അപ്പോൾ ഒരു ദിവസത്തെ നമുക്ക്, കാരണം എന്താണ്, നമുക്ക് ഒരു ദിവസത്തെ വാടകയാണ് $28,000 കിട്ടുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ വരുമാനം എന്താണെന്ന് അറിയണം. അങ്ങനെ നമ്മൾ $1,02,24,000 ഈ പറയുന്ന 25 ദിവസം കൊണ്ട് ഹരിക്കുമ്പോൾ, ഇതൊക്കെയാണ് എൻ്റെ പൊട്ട കണക്ക്, 25 ദിവസം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത് $4,80,960. ഒരു ദിവസത്തെ കപ്പലിൻ്റെ വരുമാനം 4 ലക്ഷം രൂപ കിട്ടുമ്പോൾ അതിനകത്ത് 4,80,000. അപ്പോൾ 28,000 വാടക നമ്മൾ തട്ടിക്കഴിക്കുന്നു. 28,000 മാറ്റുമ്പോൾ കപ്പൽ ഉടമയ്ക്ക് കിട്ടുന്നത് $3,80,000. ശിഷ്ടമുണ്ട് 3,80,000. നമ്മൾ 3,80,000 എടുക്കും. ഒരു ദിവസത്തെ ചെലവിന് $3,80,000 രൂപയുണ്ട്. അപ്പോൾ എന്താണ് ചെലവ്? ഡീസൽ അടിക്കണം, ഫ്യൂവൽ വേണം, പോർട്ട് പോകുന്ന വെടിഞ്ഞത്ത് കൊടുക്കണം, ചാർജ് കൊടുക്കണം, ജീവനക്കാരുടെ സാലറി കൊടുക്കണം, മുടക്കുമുതലിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കണം, പിന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫ്ലാഗ് സ്റ്റേറ്റിന് കൊടുക്കേണ്ട ഫീ ഉണ്ട്. ഇതിനെല്ലാത്തിനും കൂടി ഒരു ദിവസം $3,80,000 രൂപയുണ്ട്. ഇനി നയീമും നബീലും അഭയും പ്രേക്ഷകരുമൊക്കെ തീരുമാനിക്കുക, ഒരു ദിവസം വാടക കൊടുത്തു കഴിഞ്ഞ് 3,80,000 അത്രയും കിട്ടുമെന്നൊന്നും പറയുന്നില്ല. നമ്മൾ മാക്സിമം 100% കണ്ടെയ്നർ കയറ്റി എന്നുള്ള ഒരു ഇമാജിനറി സിറ്റുവേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളെല്ലാ കണക്കുകളും അനാമത്തുകളും ചെലവുകളും എല്ലാം തട്ടിക്കഴിച്ചിട്ട് നമ്മൾ $80,000 വിടുന്നു. $3 ലക്ഷം ഉണ്ട് ഒരു ദിവസത്തെ ചെലവിന്. ശമ്പളമായാലും അവരുടെ ഷിപ്പ് ഷാൻഡ്ലിങ്ങിൽ ഭക്ഷണം കൊടുക്കാനും ശുദ്ധജലം കൊടുക്കാനും അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കാനും ക്രൂ ചേഞ്ചിൻ്റെ പൈസ കൊടുക്കാനും ഒക്കെയായിട്ട് ഒരു ദിവസം $3 ലക്ഷം ഉണ്ട്. എല്ലാം കഴിഞ്ഞല്ലോ, ചിലവെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത്. ചിലവെല്ലാം കഴിഞ്ഞിട്ടല്ല, നമ്മുടെ വാടക $2,28,000 വാടക കൊടുത്തു, ബാക്കി ചെലവിന് $3 ലക്ഷമുണ്ട്. അപ്പോൾ ഇനി പ്രേക്ഷകരും നമ്മുടെ യങ് ടർക്സും തീരുമാനിക്കുക, ഒരു കപ്പൽ ഓടുന്നതിന് ഫ്യൂവൽ വേണം, ശമ്പളം കൊടുത്ത് എല്ലാത്തിനും കൂടി നമുക്ക് $3 ലക്ഷം ഉണ്ടെങ്കിൽ $1 ലക്ഷം എങ്കിലും $1 ലക്ഷം എങ്കിലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ലേ? ഒരു ദിവസം $1 ലക്ഷം. ഇതാണ് ആഗോള കപ്പൽ വ്യാപാരം. ദയവ് ചെയ്ത് വളരെ ഗൗരവത്തോടെ പുതിയ തലമുറ കപ്പലുകൾ ചാർട്ടർ ചെയ്യാനോ കപ്പലുകൾ സ്വന്തമാക്കാനോ ഒക്കെ മുന്നിട്ടിറങ്ങണം. നമുക്ക് പോർട്ടും അതുപോലുള്ള കാര്യങ്ങളും അറിഞ്ഞുകൂടാതിരുന്നത് കൊണ്ടാണ് നാളിത് വരെ നമുക്കിതൊന്നും മനസ്സിലാകാതെ പോയത്. വളരെ ശുഭകരമായ കണക്കായിട്ടാണ് സെയിലിംഗ് കമന്ററിക്ക് തോന്നുന്നത്. ഇത്രയും പോസിറ്റീവ് ആയിരിക്കില്ല എപ്പോഴും, എന്നാൽ പോലും ഒരു അപകടമില്ലാതെ
ഈ ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ലാഭകരമായ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞാൽ ബാങ്കുകാർ ആവശ്യം പോലെ പണം തരും. അപ്പോൾ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് നമ്മളൊരു കപ്പലിറക്കി ഇതുപോലൊരു കമ്പനിക്ക് ചാർട്ടർ ചെയ്ത് കൊടുത്താൽ $28,000 പെർ ഡേ കിട്ടും ഒരു ഫീഡർ വെസലിന്. ഒന്ന് പഠിക്കുക, ഗൗരവമായിട്ട് എടുക്കുക. കപ്പലോട്ടിയ മലയാളി ആരാണ് എന്ന് നമുക്ക് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അവസാനം കൃഷ്ണകുമാർ വരുന്നു തൻ്റെ ഒരു പുതിയ റിപ്പോർട്ടുമായിട്ട്. ഇന്നലെ വാർഫിലുണ്ടായിരുന്ന സെറിസ്ക MSc സെറിസ്ക 5, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റൽ MSc ക്രിസ്റ്റലും കയറി. ആദ്യമായിട്ടാണ് വാർഫിൽ 571 മീറ്ററുള്ള 2 കപ്പലുകൾ, 2 കപ്പലിൻ്റെയും കൂടി നീളമാണ്, മൊത്തം നീളം 571 മീറ്റർ. ആദ്യമായിട്ടാണ് ഇത്രയും നമ്മുടെ വാർഫിൽ നീളത്തിൽ ഇങ്ങനെ 2 കപ്പലുകൾ കിടക്കുന്നത്. സെറിസ്കയുടെ നീളം 294 മീറ്റർ, ക്രിസ്റ്റലിന്റെ നീളം 277 മീറ്റർ. നമുക്ക് 800 മീറ്റർ വാർഫുണ്ട്. ആദ്യത്തെ 400 മീറ്ററിൽ മദർ വെസൽ കിടക്കുമ്പോഴും ഒരു ഫീഡർ വെസൽ കിടന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് 2 മദർ വെസൽ ബർത്തിൽ അടുപ്പിക്കാം. അങ്ങനെ അടുപ്പിച്ചിട്ടില്ല ഇതുവരെയും. ഇപ്പോൾ 294 277 ഏകദേശം മിഡ് സൈസിലുള്ള 2 വെസലുകളാണ്. അപ്പോൾ നമ്മുടെ വാർഫ് ഇപ്പോൾ 571 600 മീറ്ററോളം ഉപയോഗിക്കാവുന്ന തരത്തിലായിട്ടുണ്ട് എന്നുള്ളതാണ്. കൃഷ്ണകുമാർ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഇത് നമുക്ക് 2 ഫീഡർ വെസലും വേണമെങ്കിൽ നിൽക്കും. ഇവിടെ വന്ന ക്ലമന്റീന F എന്ന് പറയുന്ന താരതമ്യേന ചെറിയൊരു കപ്പലുണ്ടായിരുന്നു. ആ കപ്പൽ ആണെങ്കിൽ 2 ക്ലമന്റീനയും ഒരു സൈഡും ഒരു മദർ വെസലും നിൽക്കാവുന്നതാണ്. അതിൻ്റെ നീളം ഏകദേശം 190 മീറ്റർ ആണെന്ന് തോന്നുന്നു, 150 മീറ്ററോളം. അപ്പോൾ ഇത് കൃഷ്ണകുമാറിൻ്റെ ഗവേഷണത്തിൽ നിന്ന് കിട്ടിയ കണക്കാണ്. ആദ്യമായിട്ട് ഇന്നലെ ഇത്രയും നീളത്തിൽ 571 മീറ്റർ നീളത്തിലുള്ള വാർഫിൽ കപ്പലുകൾ 2 നിറഞ്ഞു നിന്നു. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.